विनम्र अनुरोध कि वे अम्मा को शॉल पहनाकर उनका अभिनंदन करें और हम सबके लिए गौरवपूर्ण समय, अद्भुत समय, जोरदार हाथ उठाकर आप सबकी तालियां। प्रधानमंत्री जी देखिए, अपने स्थल पर उन्होंने अपने शूज, स्लीपर्स उतारे और अम्मा को माल्यार्पण किया। ये है भारतीय संस्कृति, ये है भारतीय परंपरा। और आपके हाथ की तालियां जरा हाथ उठाकर, दो दिव्य शक्तियों का मिलन है आज। एक जिनका प्रेम हम सबके जीवन को बदल रहा है और एक जिनकी सोच भारत को विश्व गुरु बनाने जा रही है। आइए अब हम मंच पर अपनी प्यारी अम्मा को और उनसे ये भक्तिपूर्वक अपेक्षा रखते हुए हृदय की गहराइयों से हम उनसे अनुमोदन करना चाहेंगे कि वे अपने ज्ञानपूर्ण शब्दों से हमारे जीवन को प्रकाशित करें। एक बार जोरदार तालियों के बीच हम चाहेंगे अम्मा हमारे जीवन को प्रकाशित करें। शिवनी शिशु शिवनी शिशु शिवनी शिशु शिवनी शिशु। प्रेम स्वरूपी और आत्मस्वरूपी आप सभी के प्रणाम। Amma bows down to all of you who are the embodiments of pure love and universal consciousness. ഇതൊരു സമർപ്പണത്തിൻ്റെ ദിനമാണ്. ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, ലോകത്തിൻ്റെ നാനാകത്ത് ഭാഗത്ത് വന്ന വിശിഷ്ട വ്യക്തികളെ ഈ മഹാസദസ്സിനെ സാക്ഷി നിർത്തി ഈ സ്ഥാപനം ലോകത്തിന് സമർപ്പിക്കുകയാണ്. ലോക നന്മയ്ക്കായി നടത്തുന്ന ഈ ആത്മസമർപ്പണത്തിൽ നിങ്ങളെ എല്ലാവരെയും പോലെ അമ്മയ്ക്കും സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ ഹൃദയപൂർവ്വമുള്ള ഒരു പ്രാർത്ഥന ഇതാണ്: എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കട്ടെ, ആരും ഈശ്വരനെ മറക്കാതിരിക്കട്ടെ, എല്ലാവരും കഴിയുന്നത്ര സഹജീവികളെയും പ്രകൃതിയും സ്നേഹിക്കാനും സേവിക്കാനും കഴിയട്ടെ, ലോകത്തിലെല്ലാവർക്കും സുഖവും ശാന്തിയും ഉണ്ടാകട്ടെ, ലോകാസമസ്ത സുഖനോ ഭവന്തു എന്നുള്ള മന്ത്രം എല്ലാവരിലും ഉറയ്ക്കട്ടെ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും ജീവിത വിവൃത്തിയും മറ്റു വെല്ലുവിളികളും സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പലരും ഈശ്വരനെ ആശ്രയിക്കുന്നത്, ക്ഷേത്രങ്ങളിലോ ആരാധനകളോ പോകുന്നത്, ഈശ്വരനോട് ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുന്നത്. ഹൃദയം ഉരുകി പ്രാർത്ഥിക്കുമ്പോൾ മറ്റെങ്ങും കിട്ടാത്ത ഒരു സുഖവും ശാന്തിയും ലഭിക്കും. വലിയൊരു ഭാരം ഇറക്കി വെച്ച ആശ്വാസം ഉണ്ടാകും. എന്നുവെച്ചാൽ ഈശ്വരൻ എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു, ഒരു മാർഗം കാട്ടിത്തരും എന്ന വിശ്വാസമാണ് ഈ അനുഭവത്തിന് കാരണം. ആദരസേവനത്തിനായി സ്ഥാപിച്ച ഈ സ്ഥാപനത്തെ ഒരു ക്ഷേത്രമായി കാണണം. ഈശ്വരനോട് അല്പം കാരുണ്യത്തിന് കനിവിന് വേണ്ടി യാചിക്കുന്ന ഭക്തന്മാരെ പോലാണ് ഡോക്ടറെ അടുത്ത് വന്ന രോഗികൾ. തീവ്രമായ ഒരു ദുഃഖാവസ്ഥയാണ് രോഗം. ക്ഷമയോടും സ്നേഹത്തോടുമുള്ള പരിചരണം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവരാണ് അവർ. ക്ഷമയോടും സ്നേഹത്തോടും ഉള്ള സഹകരണം ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവരാണ് അവർ. അവരുടെ അഭയവും ആശ്രയവും ആശ്വാസ കേന്ദ്രമാണ് ആസ്പത്രികൾ. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ കാണപ്പെട്ട ദൈവമാണ്. കാരണം വേദനിക്കുന്ന സമയത്ത് ആശ്വാസം കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർമാരാണ്. അതുകൊണ്ട് ആതുരസേവനത്തിനായി തയ്യാറായി നിൽക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും മറ്റെല്ലാ ജീവനക്കാരും ഹൃദയം തുറന്ന് ചിരിക്കുന്നവരായിരിക്കണം, നല്ല വാക്ക് പറയുന്നവരായിരിക്കണം. അവരുടെ കണ്ണിലും വാക്കിലും സ്പർശത്തിലും മൃദുലത ഉണ്ടായിരിക്കണം. നല്ല കേൾവിക്കാരായിരിക്കണം. അവരുടെ മനോദലം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരായിരിക്കണം. തീർച്ചയായും ഡോക്ടർമാരത് ചെയ്യുന്നുണ്ട്, എങ്കിലും അത് പറയുന്നേ ഉള്ളൂ. ഈശ്വരൻ്റെയും മനുഷ്യൻ്റെ ഇടയിൽ വർദ്ധിക്കുന്ന പാലമാണ് ഡോക്ടർമാർ. അതുകൊണ്ട് ഒരു നല്ല ഡോക്ടർ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളിലും മികളിലും വിശ്വസിക്കുന്ന പോലെ തന്നെ ഈശ്വരൻ്റെ അത്ഭുതങ്ങളിലും വിശ്വസിക്കാൻ തയ്യാറാകണം എന്നുള്ള. സകല ജീവജാലങ്ങളിലും ഈശ്വരാകുന്ന ആ മഹാശക്തിയുടെ അംശങ്ങളാണ്. അന്തർയാമിയായ വിഷയത്തിന് മുമ്പിൽ വിനയപൂർവ്വം നമിച്ചാൽ ആ പ്രഭാവം നമ്മളിലേക്ക് ഒഴുകിയെത്തും. അപ്പോൾ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പും. അപ്പോഴാണ് ഈശ്വരൻ്റെ അത്ഭുതങ്ങൾ നമ്മളിൽ കൂടി നടക്കുന്നത്.
ഒരു ടാങ്കിലെ വെള്ളം മുഴുവനും ചെറിയ പൈപ്പ് കൂടെ പുറത്തോട്ട് കൊടുക്കുന്ന പോലെ അവിടുത്തെ ശക്തി നമ്മളോട് ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ റോഡിൽ കൂടി വണ്ടി ഓടിച്ച് പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ 2 വശം തൂണുകൾ കാണാം, അത് ചെറിയ പെയിൻറ്റ് പെരട്ടിയിരിക്കും. അപ്പോൾ ആ പെയിൻറ്റ് കാറിൻ്റെ പ്രകാശം തട്ടി പ്രകാശിക്കും. അപ്പോൾ വഴി തെളിഞ്ഞ് കാണും ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ കണ്ട് വണ്ടി ഓടിച്ച് പോകും. അപ്പോൾ തൂണ് പറയാണ്, എൻ്റെ പ്രകാശം കൊണ്ടാണ് ഈ വണ്ടി ഓടുന്നത്. ഇതുപോലാണ് നമ്മൾ, അവിടുത്തെ ശക്തി കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ബോധം നമ്മൾ എടുക്കണം. നമ്മൾ കൊട്ടുവായിടാൻ വാ തുറന്നാൽ അത് പിന്നെ അടയ്ക്കണമെന്ന് എൻ്റെ പിന്നെ ശക്തിയുടെ അനുഗ്രഹം നമുക്ക് വേണം. ओम अमृतेश्वरी नमः। आज का दिन समर्पण का दिन है। माननीय प्रधानमंत्री जी श्री नरेंद्र मोदी जी विश्व भर से यहाँ पधारे गणमान्य सज्जनों तथा सम्मानित अतिथियों की सभा के साक्षित्व में हम इस संस्था का लोकार्पण करने जा रहे हैं। आप सभी की तरह अम्मा को भी विश्व कल्याण हेतु इसे समर्पित करते हुए बहुत हर्ष हो रहा है। इस अवसर पर अम्मा की यह हार्दिक प्रार्थना है, सब स्वस्थ रहें, कोई ईश्वर की शक्ति को भूले ना, सब यथाशक्ति सभी जीवों से प्रेम व सेवा करें, विश्व के सब लोग सुखी और शांत रहें। ओम लोका समस्ता सुखिनो भवन्तु, ये मंत्र सबके हृदय में बैठ जाए। अक्सर लोग ईश्वर को तभी याद करते हैं जब जीवन में कठिन परिस्थितियां और चुनौतियां आती हैं, तब वे पिघलते हृदय लिए दौड़े दौड़े मंदिर आदि पूजा स्थलों में जाते हैं। ऐसी तीव्र भावना के साथ प्रार्थना करने पर उन्हें अनोखी सुख और शांति की अनुभूति होती है, गहरी राहत की अनुभूति होती है, मानो उनके कंधों से बड़ा भारी बोझ उतर गया हो। इस अनुभूति का कारण यह विश्वास होता है कि ईश्वर सब सुनता, देखता और जानता है, वो मुझे कोई राह अवश्य दिखलाएगा। इस संस्था को भी, जो बीमार लोगों को अपनी सेवाएं प्रदान करने को तत्पर हैं, आप मंदिर ही मानिए। रोगी डॉक्टरों के पास वैसे ही आते हैं जैसे भक्त भगवान के पास थोड़ी करुणा और राहत की विनती लिए आता है। रोग एक निराशाजनक दुख की स्थिति है। रोगी जिन धैर्य व प्रेम पूर्वक सेवा के पात्र होते हैं, उनके लिए हॉस्पिटल एकमात्र आश्रय व शरण स्थल होता है। जहाँ तक रोगी का संबंध है, डॉक्टर प्रत्यक्ष भगवान होता है, क्योंकि दर्द में राहत वही देता है। यही कारण है कि हॉस्पिटल में सेवारत सभी लोगों जैसे डॉक्टरों, नर्सों व अन्य कर्मचारियों के होठों पर हार्दिक मुस्कान खिली रहनी चाहिए, उनके वचन सुखद हों, उनकी दृष्टि शब्दों और स्पर्श में विनय व नम्रता हो, उन्हें अच्छे श्रोता होना चाहिए और रोगियों की मनस्थिति का ध्यान रखते हुए उनकी सेवा में सक्षम होना चाहिए। बच्चों, आप में ये सब गुण होंगे ही। अम्मा तो बस एक बार उन पर जोर देना चाहती है। डॉक्टर मनुष्य और ईश्वर के बीच के सेतु होते हैं, अतः एक अच्छे डॉक्टर को ईश्वर की अद्भुत शक्ति में विश्वास रखना चाहिए, ठीक उसी प्रकार जैसे वह आधुनिक चिकित्सा और आविष्कारों में रखता है। समस्त सृष्टि, जड़ हो या चेतन, ईश्वर की अनंत शक्ति की अभिव्यक्ति है। यदि हम सब में वास कर रही उस विराट शक्ति को नम्रता पूर्वक प्रणाम करें, तो वो शक्ति हमारी ओर प्रवाहित होने लगेगी, हमें लबालब भर देगी और फिर उमड़कर बह निकलेगी। जैसे ऊपर लगी टंकी से जुड़कर छोटे नलों से पानी बह निकलता है, वैसे ही ईश्वर से जुड़ने पर वह शक्ति हमारे माध्यम से समाज के जरूरतमंदों की ओर प्रवाहित होगी। ऐसे में ही तो चमत्कार होते हैं। हम सब ने हाईवे पर रिफ्लेक्टिव पेंट से पुते हुए खंबे देखे हैं। रात को हमारे वाहन का प्रकाश खंबे पर पड़कर परावर्तित होता है। सोचो कैसी मूर्खता होगी अगर वो खंबा सोचने लगे कि मेरी शक्ति से ही इन वाहनों का पथ प्रदर्शन हो रहा है। हम में से अधिकांश ऐसे ही हैं। हमें हर कर्म इस बोध के साथ करना चाहिए कि कर्म करने की शक्ति ईश्वर से ही मिलती है। जब हम जमाई लेते हैं तो हमारे मुंह के खुलने के पीछे भी एक शक्ति है जो मांसपेशियों और नसों को सुनियोजित करती हैं। किसी कारणवश यदि ये स्थगित हो जाए तो हमारा मुंह खुला का खुला ही रह जाए। ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ രോഗികളെ സംബന്ധിച്ചോളം അവർ രത്നം സ്വർണം പോലാണ്. പക്ഷേ ഡോക്ടർമാർ റിസർച്ച് കൂടി ചെയ്യുകയാണെങ്കിൽ ആ സ്വർണത്തിന് പരിമണം വന്നുകൊണ്ടിരിക്കും. ഒന്നുകൂടി ആഴത്തിൽ അവർക്ക് റിസർച്ച് കൊണ്ടുവരാൻ സമൂഹത്തെ സഹായിക്കാൻ സാധിക്കുമെന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത്. അമ്മയ്ക്ക് റിസർച്ചിൽ എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങിയ കാരണം അമ്മ 50 വർഷം മുമ്പേ ഭക്തന്മാർ വരുന്ന കൂട്ടത്തിൽ ചില മക്കൾ പൊട്ടി കരയുകയാണ്. അമ്മ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എനിക്ക് 5 കുട്ടികളുണ്ട്,
എങ്ങനെ ജീവിക്കണമെന്ന് അറിയില്ല, വിഷമമാണ് അമ്മ. പല അമ്മമാരും ഇതുപോലെ ഒന്ന് പറയാറുണ്ട്, അച്ഛന്മാരും പറയാറുണ്ട്. എന്താ ജനിച്ചപ്പോഴേ വാൾവിന് ഊട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർ പറഞ്ഞു, പക്ഷെ വെളിയിൽ നിന്നാണ് വാൾവ് മേടിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തില്ല. അങ്ങനെ 40 വയസ്സിൽ മരിച്ചുപോയി. എന്നിട്ട് വല്ലാത്ത വിഷമം തോന്നി. ഇന്ത്യയിൽ അങ്ങനെ ഒരു റിസർച്ച് ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധുക്കൾ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചതിനല്ലോ എന്ന് വിഷമിച്ചു. അങ്ങനെയാണ് അമ്മ ആസ്പത്രി തുടങ്ങുന്നതും റിസർച്ചിന് കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാൻ വിചാരിച്ചതും അങ്ങനെയാണ്. ഇപ്പം നരേന്ദ്രമോദി തന്നെ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കൊറോണ വന്ന സമയത്ത് അത്രയും പണം കൊടുത്തുകൊണ്ടാണ് റിസർച്ച് ചെയ്ത് ഇന്ന് ആളുകൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. അത്ര ആൾക്കാർ ഇപ്പം മരിക്കുന്നില്ല. അതുപോലെ പല കാര്യങ്ങളിലും മറ്റ് ജനങ്ങളുടെ രോഗത്തിനെ ചികിത്സിക്കാൻ വേണ്ടിയും മറ്റു പല കാര്യങ്ങളും മോദിജി ചെയ്യുന്നുണ്ട്. അപ്പം അതിനെയും ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകണമെന്ന് പരമാത്മാവോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇന്ന് നമ്മൾ ലോകത്തെ കാണുന്ന ഒരു വ്യവസായ ഉൽപ്പന്നം പോലാണ്, അല്ലാതെ വ്യവസായ ഉൽപ്പന്നം പോലാണ്, അല്ലാതെ ഒരു കുടുംബമായിട്ടല്ല. ഈ മനോഭാവത്തോട് നോക്കുമ്പം അതിരുകളില്ലാത്ത വളർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത്തരം വളർച്ച എപ്പോഴും പ്രയോജനപ്പെടണമെന്നില്ല. ഉദാഹരണത്തിന് ക്യാൻസർ സെല്ല് പരിധിയില്ലാതെ വളരുന്നത് അതുകൊണ്ടാണ് വ്യക്തിയുടെ നാശത്തിന് കാരണമാകും. അതുപോലെ സമൂഹത്തിന് തകാത്ത വളർച്ച ഒരു ശരിക്കും ശരിയായ വളർച്ചയല്ല എന്നുള്ളതാണ്. കാരണം ഇവിടെയാണ് മൂല്യത്തിൻ്റെ പ്രസക്തി. അത് മൂല്യമില്ലാതെ വളർച്ച സിമെൻറ്റഡാ കെട്ടുന്ന ഗോപുരം ആയിരിക്കും. മൂല്യം എന്ന് പറയുന്നത് ആധ്യാത്മികം ഉൾക്കൊണ്ടിരിക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ നമ്മളെ ജീവിക്കാനുള്ള വിദ്യാഭ്യാസം, ജീവിതത്തിനുള്ള വിദ്യാഭ്യാസം, പഠിപ്പിന് വേണ്ടി പഠിക്കണം, ജോലി മേടിക്കണം. പിന്നെ അതിനൊത്ത് ലോകത്തിൻ്റെയും വസ്തുവിൻ്റെയും സ്വഭാവം, മനസ്സിൻ്റെ വികാരം ഇപ്പറ്റി പഠിക്കണം. പറയും ഇന്ന് എവിടെ പോയാലും ഇൻ്റർനെറ്റിന് കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ച് ഭയങ്കര മരണപ്രാണം പിടിക്കുന്ന കാണാം കുഞ്ഞുങ്ങൾ. പക്ഷേ ഇൻ്റർനെറ്റിലേക്ക് നമ്മൾ പോകുന്നില്ല, അതിൻ്റെ കണക്ഷൻ ശരിയാക്കുന്നില്ല. അതാണ് മനസ്സിൻ്റെ എയർ കണ്ടീഷൻ. മറ്റ് പരിസ്ഥിതി എയർ കണ്ടീഷൻ, ഇത് മനസ്സിൻ്റെ എയർ കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആധ്യാത്മിക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ വീടുകളും സൂപ്പർ മാർക്കറ്റായി തീർന്നു, ഓരോ വരുത്തുമ്പോൾ സൂപ്പർ മാർക്കറ്റായി തീരുന്നു. നമ്മളെ കാന്തം പോലെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും. നമ്മളെ മാടി വിളിക്കുകയാണ്. ഈ ആഗ്രഹങ്ങളുടെ പുറകെ പോയാൽ ഒരിക്കലും 100% ശാന്തി കിട്ടിയില്ല. അത് ആകാശത്തൊട്ട് കക്ഷത്ത് വയ്ക്കുന്ന പോലാണ്. ആഗ്രഹങ്ങളും ആവശ്യവും രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ 10 ലക്ഷം ഡോളറിൻ്റെ വാച്ചിട്ടാലും 10 ലക്ഷം രൂപയുടെ വാച്ചിട്ടാലും സമയം അറിയും, 1000 രൂപയുടെ വാച്ചിട്ടാലും സമയം അറിയും. ഇതുപോലാണ് ആഗ്രഹവും ആവശ്യം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് മനസ്സിലാക്കി നമ്മൾ ലോകത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും മുന്നോട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. സാധാരണ ഒരു പുഷ്പത്തിൻ്റെ മണം അത് വീശുന്ന ദിശയിലേക്ക് മാത്രമേ പോകുള്ളൂ. സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പരിമണം അതെല്ലായിടത്തും ഒരേപോലെ പടരുമെന്നാണ്. ഇത് പറയുമ്പോൾ ഒരു സംഭവം നമ്മൾ ഓർക്കുകയാണ്. 50 വർഷം 60 വർഷം മുമ്പേ 55 വർഷം മുമ്പേ 1 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഇളയ സഹോദരനെ കൊണ്ടുപോയി. അവിടെ ചെന്ന് കയറുമ്പം ഒരമ്മ, 40 വയസ്സുള്ള അമ്മ, മൂത്രത്തിൽ കല്ല് വന്ന് മൂത്രം പോകാതെ കിടന്ന് വെളിവെക്കുകയാണ്. കിടന്നിങ്ങനെ ഉരുളുകയാണ്. ചുറ്റും കുറച്ച് പേര് കൂടി നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഇളയ ആങ്ങളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. തിരിച്ചു വരുമ്പോഴും ഒരു വെളിവെച്ചുകൊണ്ട് ഉരുളുകയാണ്. അപ്പം എന്താണെന്ന് വെച്ചപ്പോൾ അന്നത്തെ കാലത്ത് ഒരു സൂചി കൊണ്ടാണ് എല്ലാവരും ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ആ സൂചി ഒരാൾക്ക് എടുക്കും, പിന്നെ ചൂടുവെള്ളത്തിൽ തിളപ്പിക്കും, പിന്നെ അടുത്താൾക്ക് എടുക്കും, പിന്നെയും ചൂടുവെള്ളത്തിൽ തിളപ്പിക്കും. പക്ഷേ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ ആർക്കും ഇഞ്ചക്ഷൻ എടുക്കില്ല. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ രോഗികളാണ് മേടിച്ചു കൊടുക്കേണ്ടത്. 10 പൈസയാണ് സ്പിരിറ്റ്. അത് മേടിച്ചു കൊടുത്താൽ ആ സൂചി കഴുകിയിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഈ സ്ത്രീക്ക് 10 പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ആ 4 മണിക്കൂർ മൂത്രം പോകാതെ കിടന്ന് വെളിവെച്ചത്. അപ്പോൾ ഇത് ഓരോന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള ഇതെടുക്കുമ്പോഴും മറ്റുള്ള ലോകത്തേക്ക് ഒന്ന് ചുറ്റും നോക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് തോന്നുന്നു. ഒരു കുഴിയേര ഇണചേരുന്ന കുട്ടികളെ സൃഷ്ടിക്കുന്നു, മരിക്കുന്നു. അതിനപ്പുറം നമ്മളെന്ത് ചെയ്യുന്നു? കുഴിയേര പിന്നെയും മണ്ണിന് വളമാകുന്നു. നമ്മൾ മരിക്കുമ്പോൾ ഭൂമി കെമിക്കലിടും, അല്ലെങ്കിൽ അന്തരീക്ഷ പുകം കൊടുക്കും. ഇതാണ് നമ്മൾ ജീവിക്കുമ്പം എടുത്ത് നശിപ്പിച്ചും പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം? സനാതനത്തിൽ സൂര്യന് മെഴുതിയുടെ ആവശ്യമില്ല. സിട്ടാവൻ രണ്ടല്ലാന്ന് എപ്പോഴും പറയും. ഒരു പ്ലെയിൻ്റെ എഞ്ചിൻ കേടാലും പറക്കാൻ പറ്റില്ല, സ്കൂളിലും പറക്കാൻ പറ്റില്ല. അതുപോലെ എല്ലാത്തിനെയും ഈശ്വരനായി കണ്ട് സ്നേഹിക്കാനും സേവിക്കാനാണ് നമ്മൾ സനാതനം പഠിപ്പിച്ചിട്ടുള്ളത്. വലത് ഇടത് തലോടുന്ന പോലെ
ആ ഒരു ഭാവത്തിലാണ് സനാതനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ ജീവിതം ഒരു നെറ്റ്വർക്ക് പോലാണ്. ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്, ഈ വിശ്വത്തിനും അതിലെ സകല ജീവിക്കും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന നെറ്റ്വർക്ക് പോലാണ് ഈ വിശ്വം. 4 പേര് ചേർന്ന് പിടിച്ചിരിക്കുന്ന ഒരാളുടെ കോണിൽ ചലനമുണ്ടായാൽ അങ്ങനെ തരംഗം എല്ലായിടവും പ്രതിഫലിക്കും. അതുപോലെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒറ്റയായോ കൂട്ടമായോ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈ പ്രപഞ്ചമാകുന്ന ഒരാളുടെ കൊണ്ട് പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരും മാറി നമ്മൾ മാറി നടക്കില്ല. അവർ മാറി നമ്മൾ മാറിയാൽ ഈ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം സേവനം ചെയ്യാനുള്ള അവസരം പാഴാക്കുന്നതാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതും ഒരു വേഴാമ്പലപ്പൽ ദാഹിച്ചു കഴിഞ്ഞും നിസ്വാർത്ഥ സേവനം ചെയ്യാനുള്ള സന്മനസ്സുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ ഭൂമിയുടെ മാറിൽ മുറിപ്പാടുണ്ടാക്കി പോകേണ്ടവരല്ല, ഭൂമിയുടെ മുടിയിൽ പൂക്കൾ ചാർത്തി പോകേണ്ടവരാണ്. ആ നിഷ്കളങ്കയുടെയും നിസ്വാർത്ഥയുടെയും ഈ പുഞ്ചിരിയുടെ പൂക്കൾ ഒരിക്കലും വാടാതെ കൊഴിയാതെ നിലനിൽക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. അങ്ങനെ കൃപ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. डॉक्टर का कार्य स्वर्ण जैसा है। इसमें यदि रिसर्च का अंश भी जुड़ जाए तो मानो सोना सुगंधित हो जाता है। अब अम्मा बताएंगी कि रिसर्च में अम्मा की रुचि कैसे जागी। लगभग 40 वर्ष पूर्व कई महिलाएं अम्मा के पास आकर रोती थी, कहती थी मेरे पति को जन्मजात हार्ट के वाल्व की बीमारी थी। चूंकि विदेशों से वाल्व आयात करना बहुत महंगा पड़ता, उनका उपचार न हो सका। परिणाम स्वरूप 40 वर्ष की आयु में ही उनके हार्ट अटैक से मृत्यु हो गई। भारत में जब सस्ते दाम वाला चित्रा वाल्व बना तो यह बड़ी महत्वपूर्ण खोज थी, जिससे आम आदमी के लिए हृदय की शल्य चिकित्सा सुलभ हो गई। बाद में जब कोच्चि में हमारा अस्पताल खुला तब हम बहुत से निःशुल्क व कम लागत में ऑपरेशन कर पाए। अम्मा ने स्वयं ऐसे कई लोगों को देखा है जो इस सर्जरी के बाद 70 या उससे अधिक उम्र तक जी पाए। अम्मा के मन में विचार उठा कि काश ऐसा आविष्कार पहले हुआ होता, भारत में अच्छा रिसर्च हुआ होता। भारत के माननीय प्रधानमंत्री श्री नरेंद्र मोदी जी के द्वारा भारत में रिसर्च को जो प्रोत्साहन दिया गया है वह सराहनीय है। उदाहरण के लिए कोरोना वैक्सीन, जिसके आविष्कार से मृत्यु के दर में इतनी भारी गिरावट आई है। उसी प्रकार आयुष्मान भारत योजना, जो कि विश्व की सबसे बड़ी हेल्थ इंश्योरेंस योजना है, का जन्म उनकी ही दीर्घ दृष्टि और गरीबों के जीवन स्तर में सुधार लाने में उनके अथक प्रयास का फल है। ऐसी असंख्य योजनाएं हमारे यशस्वी प्रधानमंत्री जी कर रहे हैं। उन्हें इन कामों कार्यों को आगे बढ़ाने की शक्ति ईश्वर प्रदान करे, ये अम्मा की प्रार्थना है। हमारे अमृता विश्वविद्यापीठम में पढ़ाई की कई शाखाएं हैं, जैसे इंजीनियरिंग, कंप्यूटिंग, बायोटेक्नोलॉजी, नैनो टेक्नोलॉजी और मेडिसिन। इन सब क्षेत्रों में रिसर्च हेतु उत्कृष्ट सुविधाएं भी उपलब्ध हैं। यदि सब लोग संयुक्त रूप से सभी शाखाओं में रिसर्च करें तो ऐसा कुछ नहीं बचेगा जो हम न कर सकते हों। आज हम जगत को एक परिवार के रूप में नहीं बल्कि एक व्यवसाय के रूप में देखते हैं। जब हमारा जगत के प्रति ऐसा दृष्टिकोण होगा तो हमारी अपेक्षा सभी क्षेत्रों में अपार प्रगति की ही होगी। लेकिन संभवतः इस प्रकार की प्रगति हमेशा उपयोगी सिद्ध न हो। उदाहरण के लिए कैंसर की कोशिकाओं में सदैव वृद्धि होती रहती है, लेकिन उनका यही अपरिमित विकास ही तो रोग और नाश का कारण बनता है। इसी प्रकार जो विकास समाज को समग्र लाभ न पहुंचाए उसे समुचित विकास कहा ही नहीं जा सकता। अंततः इसका परिणाम व्यक्ति और समाज दोनों का विनाश होगा। यह ऐसा क्षेत्र है जहां हमें मूल्यों के महत्व को समझना होगा। मूल्यहीन समाज वैसा है जैसे सीमेंट के बिना बनी बिल्डिंग। मूल्यों का समावेश करके ही समाज पूर्ण विकसित फूलों से लदे वृक्ष की भांति फल फूल सकता है। जीवन में 2 प्रकार की परिस्थितियां आती हैं, एक जिन्हें प्रयत्न द्वारा बदला जा सकता है और 2 जिन्हें बदलना संभव नहीं होता, केवल स्वीकार करना पड़ता है। उदाहरण के लिए कोई 5 फुट का आदमी 6 फुट लंबा होना चाहे, पर उसका आनुवंशिक गठन ऐसा है कि 5 फुट से 1 इंच भी ज्यादा बढ़ नहीं सकता। वो कितनी भी विटामिन की गोलियां खाएं या पांव जोड़कर उल्टा ही क्यों ना लटका रहे, वो 6 फुट लंबा नहीं हो सकता। उसके पास इस स्थिति को स्वीकारने के सिवा दूसरा चारा नहीं होता। लेकिन कई परिस्थितियां ऐसी होती हैं जहां प्रयत्न करते रहना पड़ता है। उदाहरण के लिए हम परीक्षा में फेल हो जाएं तो जब तक पास ना हो जाएं प्रयत्न करते रहना चाहिए। हमें ये विवेक होना चाहिए कि किन परिस्थितियों को स्वीकार करना है
और कहाँ प्रयत्न करने की आवश्यकता है। आध्यात्मिकता हमें प्रत्येक वस्तु को उसके उचित स्थान पर देखना सिखलाती है, ताकि हम मेंढक को हाथी और हाथी को मेंढक के रूप में ना देखें। आज हम हर जगह इंटरनेट कनेक्शन पाने को कैसे व्याकुल रहते हैं, लेकिन सिर्फ इंटरनेट कनेक्शन का होना ही काफी नहीं, अपने इनर नेट को भी कनेक्ट करना होगा हमें। यहाँ आकर हमें आध्यात्मिकता के महत्व को समझना होगा। इससे भीतरी जगत एयर कंडीशन होता है, जबकि शेष सारा ज्ञान बाहरी स्थितियों को ही एयर कंडीशन करता है। किंतु मन की एयर कंडीशनिंग ना हुई तो हम कभी सुख शांति का अनुभव नहीं कर पाएंगे। आजकल हर कमरा मानो एक सुपरमार्केट सा बन गया है। उंगलियों की नोक पर सुपरमार्केट्स रखी हैं जो लुबा लुबा कर कहती हैं आइए आइए, चुंबक की तरह अपनी ओर खींचती हैं। परिणाम यह कि हम हमेशा बाहर ही देखते रहते हैं और यूं ही अधिकाधिक चीजें इकट्ठी करते करते थक हार जाते हैं। आकाश को लपेटकर अपनी कांख में दबाने की कोशिश करना असंभव है। आज हम अधिकांश समय अपनी आवश्यकताओं की पूर्ति करने नहीं बल्कि इच्छाओं के पीछे भागते बिताते हैं। इच्छाएं और आवश्यकताएं दोनों अलग हैं। उदाहरण के लिए 1000 रुपए की घड़ी और 1 लाख रुपए की घड़ी समय तो एक सा ही दिखाती हैं। अम्मा के कहने का तात्पर्य यह बिल्कुल नहीं कि आप घड़ी ना पहने, लेकिन हाँ इतना ध्यान रखें कि वासना पूर्ति से हमें कभी पूर्ण शांति या संतृप्ति नहीं मिल सकती। फूल की सुगंध सदा हवा की दिशा में ही बहती है, किंतु प्रेम और सेवा की सुगंध सब दिशाओं में समान रूप से बहती है। अम्मा को अपने बचपन की एक घटना याद है जो लगभग 58 वर्ष पूर्व घटी होगी। जब अम्मा 10 वर्ष की थी तो अम्मा का 5 वर्षीय भाई बीमार हो गया। अम्मा उसे लगभग 1 किलोमीटर दूर छोटे से दवाखाने में लेकर गई। वहां रोगियों को भर्ती करने के लिए कमरे नहीं थे, बस एक डॉक्टर और 2-3 नर्सें ही थी। उस दवाखाने पहुंचे तो एक महिला को बरामदे में लोट लोट कर जोरों से रोते चिल्लाते देखा। कुछ लोग उसे घेरे खड़े थे। अम्मा ने उसे भीतर जाते और बाहर निकलते समय भी पीड़ा में लोटते देखा। जब अम्मा ने उसके रोने का कारण पूछा तो लोगों ने बताया कि उसके किडनी में पथरी थी, इसलिए असह्य पीड़ा के चलते मूत्र का निकास नहीं हो रहा था। उन दिनों हॉस्पिटल सबको इंजेक्शन लगाने के लिए एक ही सिरिंज का प्रयोग करते थे और कभी कभी उसे स्टेरलाइज करने के लिए एक हीटर पर उबलते पानी में डाल देते थे। बिजली ना होती तो यह हीटर भी ना चलता और इंजेक्शन देना बंद करना पड़ता था। ऐसे में रोगी 10 पैसे में, केवल 10 पैसे में अल्कोहल की छोटी सी शीशी लाकर नर्स को देता ताकि सुई को स्टेरलाइज करके उसे इंजेक्शन लगा दे। वो महिला पीड़ा में इसलिए लौट रही थी क्योंकि उसके पास अल्कोहल की शीशी खरीदने के लिए 10 पैसे भी नहीं थे और पीड़ा सहने के सिवा कोई चारा नहीं था। अम्मा की जन्मदात्री माँ दमयंती अम्मा ने अम्मा को अपने भाई को 2 डोसे और 1 कप चाय ले देने के लिए 15 पैसे दिए थे। अम्मा ने चुपचाप उसमें से 10 पैसे उस महिला को दे दिए और शेष 5 पैसों से अपने भाई को 1 डोसा ले दिया और चाय की जगह थोड़ा सा पानी पिला दिया। कितने ही लोग ऐसे हैं दुनिया में जिनके पास कुछ नहीं है और कष्ट में हैं। अम्मा के कानों में आज तक उस गरीब महिला की चीखें गूंजती हैं। तो कुछ भी करते समय हम हमेशा जगत के बारे में तनिक सोचें। आहार, निद्रा, मैथुन और मृत्यु तो कीड़े मकोड़ों के लिए भी सामान्य है। फिर ऐसा अनमोल मनुष्य जीवन पाकर क्या हम इससे बढ़कर कुछ कर रहे हैं? कम से कम कीड़े मकोड़े जितना लेते हैं उतना देते भी हैं। मृत्यु के बाद भी वे पौधों के लिए खाद बन जाते हैं, लेकिन मनुष्य जीवन भर बस लेता जाता है और मृत्यु पर भी धरती या वायु को प्रदूषित करके ही जाता है। जैसे सूर्य को राह दिखाने के लिए मोमबत्ती की आवश्यकता नहीं होती, वैसे परमात्मा को भी हमसे कुछ नहीं चाहिए। सनातन धर्म के अनुसार सृष्टा और सृष्टि में कोई भेद नहीं, तो हमें समूची सृष्टि में ईश्वर तत्व का दर्शन करते हुए सबसे समान रूप से प्रेम व आदर करना चाहिए। सृष्टि की हर चीज में एक लयताल है। संपूर्ण जगत और उसके हर प्राणी के बीच एक अटूट संबंध है। इस जगत के तार एक विशाल तंत्र की तरह परस्पर जुड़े हैं। जैसे किसी नेट को एक तरफ से पकड़कर हिलाएं तो उसकी तरंगे सब और महसूस की जा सकती हैं, उसी प्रकार जाने अनजाने हमारे भी सभी कर्मों की प्रतिध्वनि संपूर्ण सृष्टि में होती है। हम अलग थलग पड़े हुए द्वीप नहीं, एक ही श्रृंखला की कड़ियां हैं। हम दूसरों के बदलने की राह देखते रहेंगे तो कुछ नहीं होगा। पहले हम स्वयं को बदलने की कोशिश करें, फिर हमें देखकर दूसरे भी हमारा अनुकरण करेंगे। बच्चों,
सेवा का कोई अवसर हाथ से जाने ना दो। जिनके हृदय में निस्वार्थ सेवा का भाव होता है, संपूर्ण जगत उन्हें आदर की दृष्टि से देखता है। हमें धरती माता पर घाव के निशान छोड़कर नहीं, बल्कि उसके केशों को फूलों से सजा कर जाना है। अम्मा परमात्मा से प्रार्थना करती है कि मेरे बच्चों के जीवन में निष्कलंकता एवं निस्वार्थ सेवा के फूल खिले रहें, ये फूल कभी मुरझाने ना पाए। यदि हम चाहते हैं कि हमारे कर्मों का वांछित फल मिले तो उसके लिए 3 चीजें आवश्यक हैं: उचित समय, स्वप्रयत्न और ईश्वर कृपा। उदाहरण के लिए, यदि कोई एक व्यक्ति एक नीलामी के लिए जाना चाहता हो, वो सुबह जल्दी तैयार होकर कार से एयरपोर्ट के लिए निकले, तो हो सकता है रास्ते में कार खराब हो जाए या एक्सीडेंट हो जाए और वो फ्लाइट के समय तक एयरपोर्ट ना पहुंच पाए, या समय पर एयरपोर्ट पहुंच जाए और चेक इन भी कर ले, पर बाद में घोषणा हो जाए कि इंजन में किसी गड़बड़ी के कारण या खराब मौसम के चलते फ्लाइट रद्द हो जाती है। यहाँ इस आदमी ने प्रयत्न तो किया, लेकिन कृपा पक्ष उसके अनुकूल नहीं था, इसलिए वो गंतव्य तक नहीं पहुंच सका। हमारे सभी कर्मों को पूर्ण बनाने के लिए ईश्वर कृपा का होना आवश्यक है। हम अपनी ओर से पूरा प्रयास करें और ईश्वर के अनुग्रह के लिए प्रार्थना करें। ईश्वर की कृपा सबकी रक्षा करे। ओम अमृतेश्वरी। कितना दिव्य ज्ञान हमारी प्यारी अम्मा। आपके ज्ञान रूपी सनातन प्रयास को हम हृदय से नमन करते हैं। हमें आशीर्वाद दीजिए कि हॉस्पिटल के हम सभी कार्यकर्ता आपकी प्रेरक दृष्टि, प्रेम, करुणा एवं समर्पण और निस्वार्थता को याद रखते हुए आपके दिखाए हुए मार्ग पर चल सकें।